എഡ്യൂഗസ്റ്റ് അക്കാദമിയുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കുന്നത് വളരെ പ്രധാനപ്പെട്ട 50 കറണ്ട് അഫയേഴ്സ് ചോദ്യങ്ങളാണ്. ഇനി വരുന്ന PSCയുടെ പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർ വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ചോദ്യങ്ങളിലേക്ക് കടക്കാം. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം ക്യുറസാവോയാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിലേക്ക് യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള കരീബിയൻ ദ്വീപ് രാഷ്ട്രം. ഫിഫ ലോകകപ്പ് ചരിത്രത്തിൽ തന്നെ യോഗ്യത നേടുന്ന ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയുള്ള രാജ്യമായി ക്യുറസാവോ മാറി. 2026 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ ഡോക്ടർ മാധവ് ഗാഡ്ഗിലാണ് 2026 അന്തരിച്ച പ്രശസ്ത പരിസ്ഥിതി ശാസ്ത്രജ്ഞൻ. പശ്ചിമഘട്ട സംരക്ഷണവുമായി ബന്ധപ്പെട്ട ഗാഡ്ഗിൽ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അധ്യക്ഷനായിരുന്നു അദ്ദേഹം. ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ഡിജിറ്റൽ ഫാമിലി കോർട്ട് ആരംഭിച്ചത് ശാസ്താംകോട്ട. കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ടയിലാണ് ഇന്ത്യയിൽ ആദ്യത്തെ ഡിജിറ്റൽ കുടുംബ കോടതി ആരംഭിച്ചത്. കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി പ്രസ്താവിക്കുന്നത് വരെയുള്ള എല്ലാ കാര്യങ്ങളും ഓൺലൈൻ വഴിയാണ് നടപ്പാക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ ശ്രീകണ്ഠപുരം. കണ്ണൂരിലെ ശ്രീകണ്ഠപുരത്താണ് കേരളത്തിൽ ആദ്യത്തെ സമ്പൂർണ്ണ സാമ്പത്തിക സാക്ഷര നഗരസഭ. പ്രജ്യോതി സാമ്പത്തിക സാക്ഷരതാ പദ്ധതിയിലൂടെയാണ് ശ്രീകണ്ഠപുരം ഈ ചരിത്ര നേട്ടം കൈവരിച്ചത്. കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ച് IGCARന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി ശ്രീകുമാർ ജി പിള്ളയാണ് കൽപ്പാക്കം ഇന്ദിരാഗാന്ധി സെന്റർ ഫോർ അറ്റോമിക് റിസർച്ചിന്റെ ഡയറക്ടർ പദവിയിലെത്തുന്ന ആദ്യ മലയാളി. ന്യൂക്ലിയർ വേസ്റ്റ് മാനേജ്മെന്റ്, സ്പെൻഡ് ഫ്യൂവൽ റീപ്രോസസിംഗ് തുടങ്ങിയ മേഖലകളിൽ അന്താരാഷ്ട്ര തലത്തിൽ ശ്രദ്ധേയനായ വിദഗ്ധനാണ് അദ്ദേഹം. കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാവുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി ആന്റണി രാജുവാണ് കേരള നിയമസഭയുടെ ചരിത്രത്തിൽ ഒരു ക്രിമിനൽ കേസിൽ ശിക്ഷിക്കപ്പെടുകയും അതിനെ തുടർന്ന് MLA സ്ഥാനം നഷ്ടമാവുകയും ചെയ്ത ആദ്യത്തെ വ്യക്തി. മുൻ ഗതാഗത മന്ത്രിയായിരുന്ന അദ്ദേഹത്തെ 1990 ഒരു ലഹരിമരുന്ന് കേസുമായി ബന്ധപ്പെട്ട് തൊണ്ടിമുതലിൽ കൃത്രിമം കാണിച്ച കേസിലാണ് ശിക്ഷിച്ചത്. കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് സോമൻസനാണ് കേരള ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ്. കേരള ഹൈക്കോടതിയുടെ 40ാമത് ചീഫ് ജസ്റ്റിസാണ് അദ്ദേഹം. അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ചുമതലയേറ്റ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ സൊഹ്റാൻ മംദാനിയാണ് അമേരിക്കയിലെ ഏറ്റവും വലിയ നഗരമായ ന്യൂയോർക്കിന്റെ മേയറായി ചുമതലയേറ്റ ആദ്യത്തെ ഇന്ത്യൻ വംശജൻ. ഈ പദവിയിലെത്തുന്ന ആദ്യത്തെ സൗത്ത് ഏഷ്യൻ വംശജനും ആദ്യത്തെ മുസ്ലിം മേയറുമാണ് അദ്ദേഹം. പ്രശസ്ത ഇന്ത്യൻ ചലച്ചിത്ര സംവിധായിക മീര നായരുടെയും പ്രശസ്ത പണ്ഡിതനായ മഹ്മൂദ് മംദാനിയുടെയും മകനാണ്. രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ താരം ദീപ്തി ശർമ്മയാണ് രാജ്യാന്തര T20 ക്രിക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയ ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് താരം. അന്താരാഷ്ട്ര T20 കരിയറിൽ 168 വിക്കറ്റുകൾ നേടിക്കൊണ്ടാണ് ദീപ്തി ശർമ്മ ലോകത്ത് ഒന്നാമതെത്തിയത്. 2025 ബുക്കർ പ്രൈസ് നേടിയ നോവൽ ഫ്ലഷ്. 2025 ബുക്കർ പ്രൈസ് നേടിയ നോവലാണ് ഫ്ലഷ്. ബ്രിട്ടീഷ് ഹംഗേറിയൻ എഴുത്തുകാരനായ ഡേവിഡ് സാലയാണ് ഫ്ലഷ് എന്ന നോവൽ രചിച്ചത്. 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ചെറുകഥാ സമാഹാരം ഹാർട്ട് ലാമ്പാണ് 2025 ഇന്റർനാഷണൽ ബുക്കർ പ്രൈസ് നേടിയ ചെറുകഥാ സമാഹാരം. ഇന്ത്യൻ എഴുത്തുകാരിയായ ബാനു മുഷ്താഖ് കന്നഡയിൽ രചിച്ച ഈ കൃതി ഇംഗ്ലീഷിലേക്ക് വിവർത്തനം ചെയ്തത് ദീപ ബാസ്തിയാണ്. 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക ഒഫീഷ്യൽ മാച്ച് ബോളിന്റെ പേര് ട്രയോണ്ട എന്നാണ് 2026 ഫിഫ ഫുട്ബോൾ ലോകകപ്പിന്റെ ഔദ്യോഗിക മാച്ച് ബോളിന്റെ പേര്. അഡിഡാസ് ആണ് ഈ പന്ത് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. ട്രയോണ്ട എന്ന വാക്ക് സ്പാനിഷ് ഭാഷയിലെ 3 തരംഗങ്ങൾ 3 waves എന്ന അർത്ഥത്തിൽ നിന്നാണ് രൂപപ്പെടുത്തിയത്. 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി
KG ശങ്കരപിള്ള. KG ശങ്കരപിള്ളയാണ് 2025 എഴുത്തച്ഛൻ പുരസ്കാരത്തിന് അർഹനായ പ്രശസ്ത കവി. 5 ലക്ഷം രൂപയും ഫലകവും പ്രശസ്തി പത്രവും അടങ്ങുന്നതാണ് ഈ അവാർഡ്. 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ 1-ാം റാങ്കിലെത്തിയത് ഇന്ത്യയാണ് 2025 ഏഷ്യൻ ആർച്ചറി ചാമ്പ്യൻഷിപ്പിൽ മെഡൽ പട്ടികയിൽ 1-ാം റാങ്കിലെത്തിയത്. ബംഗ്ലാദേശിലെ ധാക്കയിൽ വെച്ച് നടന്ന 24ാമത് ചാമ്പ്യൻഷിപ്പിലാണ് ഇന്ത്യ ഈ ചരിത്ര നേട്ടം സ്വന്തമാക്കിയത്. ദക്ഷിണ കൊറിയയെ പിന്തള്ളിയാണ് ഇന്ത്യ 1-ാം സ്ഥാനം നേടിയത്. 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം ലക്ഷ്യ സെന്നാണ് 2025 ഓസ്ട്രേലിയൻ ഓപ്പൺ ബാഡ്മിൻ്റൺ പുരുഷ സിംഗിൾസ് കിരീടം സ്വന്തമാക്കിയ ഇന്ത്യൻ താരം. സിഡ്നിയിൽ നടന്ന ഫൈനൽ പോരാട്ടത്തിൽ ജപ്പാന്റെ യുഷി തനാക്കയെ പരാജയപ്പെടുത്തിയാണ് കിരീടം സ്വന്തമാക്കിയത്. 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് 2026 ആതിഥേയത്വം വഹിക്കുന്നത് ഇന്ത്യയാണ് 18ാമത് ബ്രിക്സ് ഉച്ചകോടിക്ക് 2026 ആതിഥേയത്വം വഹിക്കുന്നത്. 2026 സെപ്റ്റംബറിലാണ് പ്രധാന നേതാക്കൾ പങ്കെടുക്കുന്ന ഈ ഉച്ചകോടി ഇന്ത്യയിൽ നടക്കുന്നത്. 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത് അഭിലാഷ് ടോമിക്കാണ് 2025 കേരളശ്രീ പുരസ്കാരം കായിക മേഖലയിലെ സംഭാവനയ്ക്ക് ലഭിച്ചത്. പ്രശസ്ത നാവികനും സാഹസിക സഞ്ചാരിയുമായ ഇദ്ദേഹം യാതൊരു ആധുനിക സാങ്കേതിക വിദ്യകളുടെയും സഹായമില്ലാതെ ഒറ്റയ്ക്ക് കപ്പലിൽ ലോകം ചുറ്റി സഞ്ചരിക്കുന്ന ലോകത്തിലെ ഏറ്റവും കഠിനമായ സാഹസിക മത്സരമായ ഗോൾഡൻ ഗ്ലോബ് റേസ് വിജയകരമായി പൂർത്തിയാക്കുന്ന ആദ്യ ഏഷ്യക്കാരൻ കൂടിയാണ്. 2026 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരം സഞ്ജു സാംസൺ ആണ് 2026 ICC പുരുഷ T20 ക്രിക്കറ്റ് ലോകകപ്പിൽ പ്ലെയർ ഓഫ് ദി ടൂർണമെന്റ് പുരസ്കാരം ലഭിച്ച ഇന്ത്യൻ താരം. ഒരു T20 ലോകകപ്പ് പതിപ്പിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടുന്ന ഇന്ത്യൻ താരമെന്ന വിരാട് കോഹ്ലിയുടെ റെക്കോർഡും സഞ്ജു സാംസൺ ഈ ടൂർണമെന്റിലൂടെ മറികടന്നു. 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന എഡ്യൂക്കേറ്റ് ഗേൾസ് ഫൗണ്ടേഷൻ ടു എഡ്യൂക്കേറ്റ് ഗേൾസ് ഗ്ലോബലി. എഡ്യൂക്കേറ്റ് ഗേൾസ് എന്ന NGO ആണ് 67ാമത് മക്സസെ പുരസ്കാരം നേടിയ ഇന്ത്യൻ സന്നദ്ധ സംഘടന. ഏഷ്യയുടെ നൊബേൽ സമ്മാനം എന്നറിയപ്പെടുന്ന റമോൺ മക്സസെ പുരസ്കാരം ചരിത്രത്തിലാദ്യമായാണ് ഒരു ഇന്ത്യൻ സന്നദ്ധ സംഘടനയ്ക്ക് മാത്രമായി ലഭിക്കുന്നത്. 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത് മമ്മൂട്ടിയാണ് 55ാമത് കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിൽ മികച്ച നടനായി തിരഞ്ഞെടുക്കപ്പെട്ടത്. ഭ്രമയുഗം എന്ന ചിത്രത്തിലെ പ്രകടനത്തിനാണ് അദ്ദേഹത്തിന് ഈ പുരസ്കാരം ലഭിച്ചത്. 2025 ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത് കേരളമാണ് 2025 ഇന്ത്യയിലെ ആദ്യത്തെ സമ്പൂർണ്ണ ഡിജിറ്റൽ സാക്ഷരതാ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടത്. ഡിജി കേരളം പദ്ധതിയുടെ വിജയകരമായ പൂർത്തീകരണത്തിലൂടെയാണ് ഈ നേട്ടം സാധ്യമായത്. നിർമ്മാണത്തിലിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത ഏതെല്ലാം ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്? കോഴിക്കോട്, വയനാട്. നിർമ്മാണത്തിലിരിക്കുന്ന കേരളത്തിലെ ഏറ്റവും വലിയ തുരങ്കപാത കോഴിക്കോട്, വയനാട് ജില്ലകളെയാണ് ബന്ധിപ്പിക്കുന്നത്. കോഴിക്കോട് ജില്ലയിലെ ആനക്കാംപൊയിലിനെയും വയനാട് ജില്ലയിലെ മേപ്പാടിക്കടുത്തുള്ള കള്ളാടിയെയുമാണ് ഈ പാത നേരിട്ട് ബന്ധിപ്പിക്കുന്നത്. കൊങ്കൺ റെയിൽവേ കോർപ്പറേഷന്റെ മേൽനോട്ടത്തിൽ നിർമ്മിക്കുന്ന ഈ തുരങ്കപാതയ്ക്ക് ഏകദേശം 8.17 കിലോമീറ്റർ നീളമുണ്ട്. 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത നടി ശാരദയാണ് 2024 JC ഡാനിയൽ പുരസ്കാരത്തിന് അർഹയായ പ്രശസ്ത നടി. മലയാള ചലച്ചിത്ര രംഗത്തിന് നൽകിയ ആയുഷ്കാല സംഭാവനകൾ പരിഗണിച്ചാണ് കേരള സർക്കാരിൻ്റെ ഏറ്റവും ഉയർന്ന ചലച്ചിത്ര പുരസ്കാരമായ JC ഡാനിയൽ അവാർഡ് നൽകിയവരെ ആദരിച്ചത്. 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായ വ്യക്തി VS അച്യുതാനന്ദനാണ് 2026 പത്മവിഭൂഷൺ പുരസ്കാരം മരണാനന്തര ബഹുമതിയായി ലഭിച്ച മുൻ കേരള മുഖ്യമന്ത്രിയും കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ സമുന്നത നേതാവുമായ വ്യക്തി. പൊതുരംഗത്തെ അദ്ദേഹത്തിന്റെ ദീർഘകാലത്തെ സമഗ്ര സംഭാവനകളും നേതൃത്വ പാഠവും മുൻനിർത്തിയാണ് രാജ്യം രണ്ടാമത്തെ ഉയർന്ന സിവിലിയൻ ബഹുമതി നൽകി അദ്ദേഹത്തെ ആദരിച്ചത്. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യയുടെ സ്ഥാനം 2. ആഗോളതലത്തിൽ 5G മൊബൈൽ ഉപഭോക്താക്കളുടെ എണ്ണത്തിൽ ഇന്ത്യക്ക് 2ാം സ്ഥാനമാണ്.
2ാം സ്ഥാനമാണ്. 1ാം സ്ഥാനത്ത് ചൈനയാണുള്ളത്. കേന്ദ്ര വാർത്താവിനിമയ മന്ത്രാലയത്തിൻ്റെ ഏറ്റവും പുതിയ കണക്കുകൾ പ്രകാരം ഇന്ത്യയിലെ 5G ഉപഭോക്താക്കളുടെ എണ്ണം 40,400,000,000 പിന്നിട്ട് കഴിഞ്ഞു. 2026 ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ AMIയിൽ ഇന്ത്യയുടെ റാങ്ക് 6ാമത്. 2026 ഏഷ്യൻ മാനുഫാക്ചറിംഗ് ഇൻഡെക്സിൽ ഇന്ത്യക്ക് 6ാം സ്ഥാനമാണ്. ഏഷ്യൻ രാജ്യങ്ങളിലെ നിർമ്മാണ മേഖലയുടെ മത്സരശേഷി വിലയിരുത്തിക്കൊണ്ട് ഹോങ്കോങ് ആസ്ഥാനമായുള്ള ഡെസാൻ ഷിറ ആൻഡ് അസോസിയേറ്റ്സ് എന്ന കൺസൾട്ടൻസി സ്ഥാപനമാണ് ഈ സൂചിക പുറത്തുവിട്ടത്. കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത വെർച്വൽ കോൾ സെന്റർ സംവിധാനം സ്മാർട്ടി കേരളത്തിലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ സേവനങ്ങൾ വേഗത്തിലും സുതാര്യവുമാക്കാൻ ലക്ഷ്യമിട്ട് ആരംഭിച്ച AI അധിഷ്ഠിത വെർച്വൽ കോൾ സെന്റർ സംവിധാനമാണ് സ്മാർട്ടി. പൊതുജനങ്ങൾക്ക് 0471-252-5100 എന്ന നമ്പറിലൂടെ 24 മണിക്കൂറും ഈ സേവനം വിനിയോഗിക്കാം. തദ്ദേശ വകുപ്പിന്റെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമായ KSmartന്റെ ഭാഗമായാണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇൻഫർമേഷൻ കേരള മിഷനും ഇൻഫോലോജിക് ഗ്ലോബൽ എന്ന സ്റ്റാർട്ടപ്പും ചേർന്നാണ് ഇത് വികസിപ്പിച്ചത്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെ 7 ഭാഷകളിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം തമിഴ്നാടാണ്. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡിന്റെ മാതൃകയിൽ ഹിന്ദി ഒഴികെ 7 ഭാഷകളിൽ സാഹിത്യ പുരസ്കാരം ഏർപ്പെടുത്താൻ തീരുമാനിച്ച സംസ്ഥാനം. പുരസ്കാരത്തിന്റെ പേര് സെമ്മൊഴി സാഹിത്യ അവാർഡ് എന്നാണ്. ഓരോ ഭാഷയിലെയും മികച്ച കൃതിക്ക് 5 ലക്ഷം രൂപ വീതമാണ് പുരസ്കാരമായി നൽകുന്നത്. ആദ്യഘട്ടത്തിൽ തമിഴ്, മലയാളം, തെലുങ്ക്, കന്നഡ, ഒഡിയ, ബംഗാളി, മറാത്തി എന്നീ 7 ഭാഷകളിലെ സാഹിത്യ സൃഷ്ടികൾക്കാണ് അവാർഡ് നൽകുക. കേരളത്തിലെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതി കണക്ട് ടു വർക്ക്. കേരളത്തിലെ യുവതീ യുവാക്കളിൽ നൈപുണ്യ പരിശീലനത്തിൽ പങ്കെടുക്കുന്നവർക്കും മത്സര പരീക്ഷകൾക്കായി തയ്യാറെടുക്കുന്നവർക്കും പ്രതിമാസം 1000 രൂപ സാമ്പത്തിക സഹായം നൽകുന്ന പദ്ധതിയാണ് കണക്ട് ടു വർക്ക്. എംപ്ലോയ്മെന്റ് വകുപ്പ് മുഖേനയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രായപരിധി 18 വയസ്സ് മുതൽ 30 വയസ്സ് വരെയാണ്. അംഗീകൃത സ്ഥാപനങ്ങളിൽ നൈപുണ്യ വികസന പരിശീലനം നേടുന്നവർക്കും UPSC, കേരള PSC, ബാങ്ക്, റെയിൽവേ, പ്രതിരോധ സേനകൾ തുടങ്ങിയ മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും ഈ ആനുകൂല്യം ലഭിക്കും. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാം UNEPയും പ്ലാനറ്റ് എയും സംയുക്തമായി ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരി ജിനാലി മോദി. യുണൈറ്റഡ് നേഷൻസ് എൻവയോൺമെന്റ് പ്രോഗ്രാമും പ്ലാനറ്റ് എയും സംയുക്തമായി ഏർപ്പെടുത്തിയ 2025 യങ് ചാമ്പ്യൻ ഓഫ് ദി എർത്ത് പുരസ്കാരം നേടിയ ഇന്ത്യക്കാരിയാണ് ജിനാലി മോദി. വാഴപ്പിണ്ടിയിൽ നിന്നും മറ്റ് കാർഷിക അവശിഷ്ടങ്ങളിൽ നിന്നും മൃഗങ്ങളുടെ ചർമ്മത്തിന് പകരമായി ഉപയോഗിക്കാവുന്ന പരിസ്ഥിതി സൗഹൃദ സസ്യാധിഷ്ഠിത ലെതർ വീഗൻ ലെതർ വികസിപ്പിച്ചെടുത്തതിനാണ് ഇവർക്ക് ഈ പുരസ്കാരം ലഭിച്ചത്. ഇവർ സ്ഥാപിച്ച സ്റ്റാർട്ടപ്പിന്റെ പേര് ബനോഫി ലെതർ എന്നാണ്. 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക ഗ്രാസ മാഷേലാണ് 2025 ഇന്ദിരാഗാന്ധി സമാധാന പുരസ്കാരത്തിന് അർഹയായ ആഫ്രിക്കൻ മനുഷ്യാവകാശ പ്രവർത്തക. 2 വ്യത്യസ്ത രാജ്യങ്ങളുടെ പ്രഥമ വനിത ഫസ്റ്റ് ലേഡി ആയിരുന്ന ലോകത്തിലെ ഏക വ്യക്തിയാണ് ഗ്രാസ മാഷൽ. മൊസാംബിക് മുൻ പ്രസിഡന്റ് സമോറ മഷലിന്റെയും പിന്നീട് ദക്ഷിണാഫ്രിക്കൻ മുൻ പ്രസിഡന്റ് നെൽസൺ മണ്ടേലയുടെയും ഭാര്യയായിരുന്നു. 98ാമത് ഓസ്കർ അക്കാദമി അവാർഡ്സിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രം സിന്നേഴ്സ്. 98ാമത് ഓസ്കർ അക്കാദമി അവാർഡിൽ 16 നാമനിർദ്ദേശങ്ങൾ നേടി ചരിത്രം സൃഷ്ടിച്ച ചലച്ചിത്രമാണ് സിന്നേഴ്സ്. പ്രശസ്ത സംവിധായകൻ റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്ത് മൈക്കൽ ബി ജോർഡൻ പ്രധാന വേഷത്തിലെത്തിയ ചിത്രമാണിത്. ഇതിലൂടെ ഓൾ എബൌട്ട് ഈവ്, ടൈറ്റാനിക്, ലാലാ ലാൻഡ് എന്നീ ചിത്രങ്ങൾ മുൻപ് സ്ഥാപിച്ച 14 നോമിനേഷനുകൾ എന്ന റെക്കോർഡാണ് സിന്നേഴ്സ് തകർത്തത്. ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം PV സിന്ധു ആണ് ബാഡ്മിന്റൺ സിംഗിൾസിൽ 500 വിജയങ്ങൾ തികയ്ക്കുന്ന ആദ്യ ഇന്ത്യൻ വനിതാ താരം. ഈ നേട്ടത്തിലെത്തുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ഷട്ട്ലറും ലോകത്തിലെ 6ാമത്തെ വനിതാ സിംഗിൾസ് താരവുമാണ് PV സിന്ധു. കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവി സ്റ്റേറ്റ് മൈക്രോബായി പ്രഖ്യാപിച്ചത് ബാസിലസ് സർട്ടിലിസിനെയാണ് കേരളത്തിന്റെ സംസ്ഥാന സൂക്ഷ്മജീവിയായി പ്രഖ്യാപിച്ചത്. സ്വന്തമായി ഒരു ഔദ്യോഗിക സംസ്ഥാന സൂക്ഷ്മാണുവിനെ പ്രഖ്യാപിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ സംസ്ഥാനമാണ് കേരളം. പ്രകൃതിയിലും മനുഷ്യ ശരീരത്തിലും ഒരേപോലെ ഗുണകരമായ സ്വാധീനം ചെലുത്തുന്ന ഒരു പ്രോബയോട്ടിക് ബാക്ടീരിയയാണ് ബാസിലസ് സബ്റ്റിലിസ്.
2026 ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സമാധാനകാല ധീരതാ ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യോമസേനാ ഉദ്യോഗസ്ഥൻ പ്രശാന്ത് ബാലകൃഷ്ണൻ നായരാണ് 2026 ഇന്ത്യയുടെ രണ്ടാമത്തെ പരമോന്നത സമാധാനകാല ധീരതാ ബഹുമതിയായ കീർത്തി ചക്ര പുരസ്കാരത്തിന് അർഹനായ മലയാളി വ്യോമസേനാ ഉദ്യോഗസ്ഥൻ. പാലക്കാട് നെന്മാറ സ്വദേശിയായ ഇദ്ദേഹത്തെ ഇന്ത്യയുടെ ആദ്യത്തെ തദ്ദേശീയ ബഹിരാകാശ ദൗത്യമായ ഗഗൻയാൻ പദ്ധതിയിലെ കഠിനമായ പരിശീലന മികവും രാജ്യത്തോടുള്ള അർപ്പണബോധവും മുൻനിർത്തിയാണ് ഈ ബഹുമതിക്കായി തിരഞ്ഞെടുത്തത്. 2026 പ്രഖ്യാപിച്ച ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹയായ മലയാളി നാവിക ഉദ്യോഗസ്ഥ ലഫ്റ്റനന്റ് കമാൻഡർ ദിൽന കെ ആണ് 2026 പ്രഖ്യാപിച്ച ശൗര്യചക്ര പുരസ്കാരത്തിന് അർഹയായ മലയാളി നാവിക ഉദ്യോഗസ്ഥ. സഹപ്രവർത്തകയായ ലഫ്റ്റനന്റ് കമാൻഡർ രൂപ അഴഗിരി സ്വാമിക്കൊപ്പമാണ് പുതുച്ചേരി സ്വദേശിയായ രൂപ അഴഗിരി സ്വാമിക്കൊപ്പമാണ് ദിൽന ഈ ബഹുമതി പങ്കിട്ടത്. ആഗോള സാമ്പത്തിക സഹകരണ ഫോറം ഗ്ലോബൽ എക്കണോമിക് കോർപ്പറേഷൻ GECയുടെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായത് മുംബൈയാണ് ആഗോള സാമ്പത്തിക സഹകരണ ഫോറത്തിന്റെ പ്രഥമ ഉച്ചകോടിക്ക് വേദിയായത്. ഫ്യൂച്ചർ ഇക്കണോമിക് കോർപ്പറേഷൻ കൗൺസിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും മഹാരാഷ്ട്ര സർക്കാരിന്റെയും സഹകരണത്തോടെയാണ് ഈ അന്താരാഷ്ട്ര ഉച്ചകോടി സംഘടിപ്പിച്ചത്. ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്ന ആദ്യ സർവീസ് കമ്മീഷൻ കേരള പബ്ലിക് സർവീസ് കമ്മീഷൻ PSC. കേരള പബ്ലിക് സർവീസ് കമ്മീഷനാണ് ഇന്ത്യയിൽ ബ്ലോക്ക് ചെയിൻ സാങ്കേതികവിദ്യ നടപ്പിലാക്കുന്ന ആദ്യ സർവീസ് കമ്മീഷൻ. പരീക്ഷാ നടത്തിപ്പ്, സർട്ടിഫിക്കറ്റ് പരിശോധന എന്നിവ കൂടുതൽ സുതാര്യമാക്കുന്നതിനും വ്യാജ സർട്ടിഫിക്കറ്റുകൾ തടയുന്നതിനുമായാണ് കേരള PSC ഈ അത്യാധുനിക സാങ്കേതികവിദ്യ രാജ്യത്ത് ആദ്യമായി ഔദ്യോഗികമായി നടപ്പിലാക്കാൻ തീരുമാനിച്ചത്. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 2026 28ാമത് സമ്മേളനത്തിന് വേദിയായത് ഇന്ത്യ. കോമൺവെൽത്ത് രാജ്യങ്ങളിലെ സ്പീക്കർമാരുടെയും പ്രിസൈഡിംഗ് ഓഫീസർമാരുടെയും 2026 28ാമത് സമ്മേളനം CSPOC 2026 വേദിയായത് ഇന്ത്യയാണ്. പാർലമെന്റുകളുടെ പ്രവർത്തനങ്ങൾ, ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സോഷ്യൽ മീഡിയ എന്നിവയുടെ ഉത്തരവാദിത്തോടെയുള്ള ഉപയോഗം, സുതാര്യത ഉറപ്പാക്കൽ തുടങ്ങിയ വിഷയങ്ങളാണ് ഈ സമ്മേളനത്തിൽ പ്രധാനമായും ചർച്ച ചെയ്യപ്പെട്ടത്. ഇന്ത്യയുടെ ചരിത്രപരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും ISRO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പുറത്തിറങ്ങിയ വെബ് സീരീസ് സ്പേസ് ജൻ ചന്ദ്രയാൻ എന്ന വെബ് സീരീസാണ് ഇന്ത്യയുടെ ചരിത്രപരമായ ചന്ദ്രയാൻ 3 ദൗത്യത്തെയും ISRO ശാസ്ത്രജ്ഞരുടെ കഠിനാധ്വാനത്തെയും കുറിച്ച് പുറത്തിറങ്ങിയ വെബ് സീരീസ്. പ്രശസ്ത ഡിജിറ്റൽ ക്രിയേറ്റർമാരായ TVF ദ വൈറൽ ഫീവർ നിർമ്മിച്ച ഈ സീരീസ് ജിയോ ഹോട്ട്സ്റ്റാർ OTT പ്ലാറ്റ്ഫോമിലൂടെയാണ് റിലീസ് ചെയ്തത്. ഇന്ത്യൻ സൈന്യം അതിവേഗ യുദ്ധമുറകൾക്കും പ്രത്യേക സൈനിക പ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച ഉന്നത സാങ്കേതിക കേന്ദ്രീകൃത ഹൈടെക് സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയൻ ഭൈരവ്. ഇന്ത്യൻ സൈന്യം അതിവേഗ യുദ്ധമുറകൾക്കും പ്രത്യേക സൈനിക പ്രവർത്തനങ്ങൾക്കുമായി രൂപീകരിച്ച ഉന്നത സാങ്കേതിക കേന്ദ്രീകൃത സ്പെഷ്യൽ ഫോഴ്സ് ബറ്റാലിയനാണ് ഭൈരവ്. പരിശീലനം സിദ്ധിച്ച 100,000-ലധികം വരുന്ന ഡ്രോൺ ഓപ്പറേറ്റർമാരുടെ വലിയൊരു സന്നാഹത്തെയാണ് ഈ നൂതന പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ സൈന്യം സജ്ജമാക്കിയിരിക്കുന്നത്. കേരളത്തിൽ ആദ്യത്തെ എക്സ്ട്രോഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം തോട്ടപ്പള്ളി നാലുചിറ പാലം. ആലപ്പുഴ ജില്ലയിലെ തോട്ടപ്പള്ളി നാലുചിറ പാലമാണ് കേരളത്തിൽ ആദ്യത്തെ എക്സ്ട്രാഡോസ്ഡ് കേബിൾ സ്റ്റേഡ് പാലം. ദേശീയ ജലപാതയ്ക്ക് നാഷണൽ വാട്ടർവേസിന് കുറുകെ കൊട്ടാരവളവ് കടവിന് സമീപമാണ് ഈ മനോഹരമായ പാലം നിർമ്മിച്ചിരിക്കുന്നത്. ഈ പാലം അമ്പലപ്പുഴ തിരുവല്ല സംസ്ഥാന പാതയെയും ദേശീയപാത 66നെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വെച്ച് നടന്ന 72ാമത് സീനിയർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാക്കളായത് കേരളം. ഉത്തർപ്രദേശിലെ വാരാണസിയിൽ വെച്ച് നടന്ന 72ാമത് സീനിയർ ദേശീയ വോളിബോൾ ചാമ്പ്യൻഷിപ്പിൽ വനിതാ വിഭാഗം ജേതാക്കളായത് കേരളമാണ്. ഫൈനൽ മത്സരത്തിൽ ഇന്ത്യൻ റെയിൽവേസിനെ പരാജയപ്പെടുത്തിയാണ് കേരളത്തിന്റെ വനിതാ ടീം കിരീടം ചൂടിയത്. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാതാക്കളെ, ഡിജിറ്റൽ കോണ്ടന്റ് ക്രിയേറ്റേഴ്സിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോം ക്രിയേറ്റേഴ്സ് കോർണർ. ഡിജിറ്റൽ ഉള്ളടക്ക നിർമ്മാതാക്കളെ പ്രോത്സാഹിപ്പിക്കുന്നതിനായി പ്രസാർ ഭാരതി ആരംഭിച്ച പ്ലാറ്റ്ഫോമാണ് ക്രിയേറ്റേഴ്സ് കോർണർ. രാജ്യത്തിന്റെ
വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ഡിജിറ്റൽ ക്രിയേറ്റർമാരുടെ വീഡിയോകളും റീലുകളും ദേശീയ തലത്തിൽ ശ്രദ്ധിക്കപ്പെടുന്നതിനായി ദൂരദർശൻ വാർത്താ ചാനലായ DD ന്യൂസിലാണ് ഈ പ്രത്യേക പരിപാടി സംപ്രേഷണം ചെയ്യുന്നത്. 2028 ആദ്യ മൊഡ്യൂൾ വിക്ഷേപിച്ച് 2035 പ്രവർത്തനക്ഷമമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയം ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ BAS 2028 ആദ്യ മൊഡ്യൂൾ വിക്ഷേപിച്ച് 2035 പ്രവർത്തനക്ഷമമാക്കാൻ ഉദ്ദേശിക്കുന്ന ഇന്ത്യയുടെ ബഹിരാകാശ നിലയമാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. ഇന്ത്യൻ ബഹിരാകാശ ഗവേഷണ സംഘടനയായ ISRO ആണ് ഈ പദ്ധതിക്ക് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ട്രെയിൻ നമോ ഗ്രീൻ റെയിലാണ് ഇന്ത്യയിൽ തദ്ദേശീയമായി വികസിപ്പിച്ച ആദ്യത്തെ ഹൈഡ്രജൻ ഇന്ധന സെൽ, ഹൈഡ്രജൻ ഫ്യൂൽ സെൽ ട്രെയിൻ. കേന്ദ്ര സർക്കാരിൻ്റെ ആത്മനിർഭർ ഭാരത് പദ്ധതിയുടെ ഭാഗമായാണ് ഈ ഹരിത ട്രെയിൻ വികസിപ്പിച്ചെടുത്തത്. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം, വൺ ഡിസ്ട്രിക്ട് വൺ പ്രോഡക്റ്റ് പുരസ്കാരങ്ങളിൽ പ്രത്യേക പരാമർശം നേടി വയനാടിന് അഭിമാനമായി മാറിയ കാർഷിക വിള വയനാടൻ റോബസ്റ്റ കോഫിയാണ് കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ജില്ല ഒരു ഉൽപ്പന്നം പുരസ്കാരങ്ങളിൽ പ്രത്യേക പരാമർശം നേടി വയനാടിന് അഭിമാനമായി മാറിയ കാർഷിക വിള. രാജ്യതലത്തിൽ തന്നെ ആദരിക്കപ്പെടുന്ന കേരളത്തിൽ നിന്നുള്ള ആദ്യത്തെ കാർഷിക ഉൽപ്പന്നമാണ് വയനാടൻ റോബസ്റ്റ കാപ്പി. മുൻകൂറായി പണം അടച്ചില്ലെങ്കിലും അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും ചികിത്സാ നിരക്കുകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ശരിവച്ച നിയമം കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ് രജിസ്ട്രേഷനും നിയന്ത്രണവും ആക്ട് 2018. കേരള ക്ലിനിക്കൽ എസ്റ്റാബ്ലിഷ്മെൻറ്റ്സ് രജിസ്ട്രേഷനും നിയന്ത്രണവും ആക്ട് 2018 മുൻകൂറായി പണം അടച്ചില്ലെങ്കിലും അടിയന്തര ചികിത്സ നിഷേധിക്കരുതെന്നും ചികിത്സാ നിരക്കുകൾ പൊതുജനങ്ങൾക്കായി പ്രദർശിപ്പിക്കണമെന്നും നിർദ്ദേശിച്ചുകൊണ്ട് കേരള ഹൈക്കോടതി ശരിവച്ച നിയമം. സ്വകാര്യ ആശുപത്രികളുടെയും ഡോക്ടർമാരുടെയും സംഘടനകൾ ഈ നിയമത്തിലെ ചില വ്യവസ്ഥകളെ ചോദ്യം ചെയ്തുകൊണ്ട് നൽകിയ ഹർജികൾ തള്ളിക്കൊണ്ടാണ് ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ച് ഈ സുപ്രധാന നിയമം ശരിവച്ചത്. ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ തീരദേശ സുരക്ഷാഭ്യാസം ഓപ്പറേഷൻ സാഗർ കവചാണ് ഇന്ത്യൻ നാവികസേനയും ഇന്ത്യൻ കോസ്റ്റ് ഗാർഡും സംയുക്തമായി കേരള തീരത്ത് നടത്തിയ തീരദേശ സുരക്ഷാഭ്യാസം. തീരദേശ സുരക്ഷാ സംവിധാനങ്ങൾ കൂടുതൽ ശക്തമാക്കുന്നതിനായി വർഷത്തിൽ 2 തവണയാണ് ഈ പ്രതിരോധാഭ്യാസം സംഘടിപ്പിക്കാറുള്ളത്. ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ഫുള്ളി പേപ്പർലെസ് ജില്ലാ ജുഡീഷ്യൽ കോടതി കൽപ്പറ്റ ജില്ലാ കോടതി. വയനാട് ജില്ലയിലെ കൽപ്പറ്റ ജില്ലാ കോടതിയാണ് ഇന്ത്യയിൽ ആദ്യത്തെ സമ്പൂർണ്ണ കടലാസ് രഹിത ജില്ലാ ജുഡീഷ്യൽ കോടതി. ഇതുവഴി കേസ് ഫയൽ ചെയ്യുന്നത് മുതൽ വിധി പ്രസ്താവിക്കുന്നത് വരെയുള്ള എല്ലാ കോടതി നടപടികളും പൂർണ്ണമായും കമ്പ്യൂട്ടർ അധിഷ്ഠിതമായി മാറി. ഇത്രയുമാണ് ചോദ്യങ്ങൾ. പുതിയ വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.